പച്ചക്കറികൾ പച്ചയായി കഴിക്കുന്നത് പരമാവധി ഗുണം നേടുമെന്നും അവ പാകം ചെയ്യുന്നത് പോഷകമൂല്യം കുറയ്ക്കുമെന്നും നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ചില പച്ചക്കറികളുടെ കാര്യത്തിൽ ഇത് ശരിയായിരിക്കാം. പക്ഷെ പച്ചയായി കഴിക്കുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്നതും കരളിന് കേടുപാടുകൾ സംഭവിക്കുന്നതുമായ പച്ചക്കറികളുമുണ്ട് നമുക്കിടയിൽ. പരാന്നഭോജികളുടെയും ഈക്കോളി പോലുള്ള ബാക്ടീരിയകളുടെയും അല്ലെങ്കിൽ ടേപ്വേമുകളുടെയും മുട്ടകളുടെയും ഒക്കെ ആവാസ കേന്ദ്രമാണ് ചില പച്ചക്കറികൾ. അവ കുടലിലേക്കോ രക്തപ്രവാഹത്തിലേക്കോ അല്ലെങ്കിൽ തലച്ചോറിലേക്കോ പ്രവേശിച്ചാൽ അപസ്മാരം, തലവേദന, കരളിന് പ്രശ്നം, പേശികളിൽ സിസ്റ്റുകൾ എന്നിവ പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ അവ പച്ചയായി കഴിക്കുന്നത് ഒഴിവാക്കണം. കൊളോക്കാസിയ ഇലകൾ ഒരിക്കലും പച്ചയായി കഴിക്കരുത്. ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വേണം ഇവ ഉപയോഗിക്കാൻ. ചീരയ്ക്കും ഇതേ നിയമം ബാധകമാണ്. നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യമായ ടേപ്വേമുകളുടെയും ടേപ്വോം മുട്ടകളുടെയും വാസസ്ഥലത്തിന് കുപ്രസിദ്ധമാണ് ക്യാബേജുകൾ. ഈ ടേപ്വേമുകളിൽ ചിലത് ഏറ്റവും കഠിനമായ കീടനാശിനികളെ പോലും അതിജീവിച്ചവയാണ്. ഇവ കഴുകി മാത്രം സാലഡുകളിൽ ചേർക്കുന്ന രീതി ഒഴിവാക്കേണ്ടതുണ്ട്. വഴുതന വിത്തുകൾ ടേപ്വേം മുട്ടകളുടെ ആവാസ കേന്ദ്രമാണ്. ഈ പച്ചക്കറി പാചകം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും പ്രധാനപ്പെട്ടതാണ്. കൂടാതെ പച്ചവഴുതന ദഹിക്കാനും പ്രയാസമാണ്. ഇത് സെൻസിറ്റീവായുള്ള ദഹന വ്യവസ്ഥയുള്ളവർക്ക് വയറുവീർക്കൽ, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പാചക രീതി എങ്ങനെയാണെന്നല്ല, ഇത് പക്ഷേ തിളപ്പിക്കുകയോ ആവിയിൽ വേവിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് ലഘുവായെങ്കിലും വേവിക്കുന്നത് നല്ലതാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.